നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. വി ഡി സതീശൻ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും, വിജിലൻസും നൽകും. സതീശൻ നടത്തിയ സമവായ നീക്കം വിജയം. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ വേണമെന്ന് വി ഡി സതീശൻ. കോൺഗ്രസിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് 5 പേർ. 5 മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് ലീഗ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1 മന്ത്രി. അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിമാരാകും. പട്ടിക നാളെ ഗവർണർക്ക് കൈമാറും. ഐക്യ സന്ദേശവുമായി കെ.സിയും വി.ഡിയും. അനാവശ്യ വാശി ആർക്കുമില്ലെന്ന് വി ഡി സതീശൻ. എല്ലാ കാര്യങ്ങളും കൂടിയാലോചിക്കും. വി ഡി മന്ത്രിസഭയ്ക്ക് പൂർണ്ണ പിന്തുണയെന്ന് കെ.സി വേണുഗോപാൽ. വി ഡിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ചെന്നിത്തലയെയും വീട്ടിലെത്തി കണ്ട് കെ.സി. CPM നേതൃത്വത്തിനെതിരെ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ അതിരൂക്ഷ വിമർശനം. പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും ശൈലിയാണ് തോൽവിക്ക് കാരണമെന്ന് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗങ്ങൾ. പാലക്കാട് വിഭാഗീയത ശക്തമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. പെരുമാറ്റമാണ് വീണ ജോർജിന്റെ തോൽവിക്ക് കാരണമെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് പുലർച്ചെ വീശിയ ശക്തമായ കാറ്റിൽ കനത്ത നാശനഷ്ടം. 10 വീടുകൾ പൂർണ്ണമായും, 7 വീടുകൾ ഭാഗികമായും തകർന്നു. ഇറാനെതിരെ അമേരിക്ക ശക്തമായ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നതായി സൂചന. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 2.0 നടപ്പാക്കാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്ന് റിപ്പോർട്ട്. ട്രംപിന്റെ നിർണായക തീരുമാനം ചൈനയിൽ നിന്ന് തിരിച്ചെത്തിയതിനു പിന്നാലെ. IPL ഇന്ന് കൊൽക്കത്ത ഗുജറാത്ത് ടീമുകൾ നേർക്കുനേർ. മത്സരം 7:30 മുതൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ. മന്ത്രിസഭാ രൂപീകരണത്തിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരത്തിനൊപ്പം വിജിലൻസ് കൂടി നൽകിയാണ് മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിൽ ഉറപ്പിച്ച് മറ്റ് മന്ത്രിമാർ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, M ലിജു, ബിന്ദു കൃഷ്ണ, ചാണ്ടി ഉമ്മൻ എന്നിവരാണ്. 11 മന്ത്രിമാരെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ധനവകുപ്പ് മുഖ്യമന്ത്രി തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. ബാക്കി ചർച്ചകൾ തുടരുകയാണ്. അൻഫ്രിഡ് സൂസ വിശദാംശങ്ങൾ നൽകും. അൻഫ്രിഡ്, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു അനിശ്ചിതത്വമൊക്കെ നീങ്ങുകയാണ്. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ ഏകദേശ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ഘടകകക്ഷികൾക്കടക്കം ആവശ്യമായ പരിഗണന നൽകി മുന്നോട്ട് പോകാനുള്ള നീക്കം തന്നെയല്ലേ? അഖില, തീർച്ചയായും. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കന്റോൺമെന്റ് ഹൗസിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നേതാക്കന്മാരും തന്നെ കന്റോൺമെന്റ് ഹൗസിലില്ല. ഇപ്പോൾ ചർച്ച നടക്കുന്നത് KPCC ആസ്ഥാനം കേന്ദ്രീകരിച്ചാണ്. അവിടെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും തമ്മിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതായത് കോൺഗ്രസ് മന്ത്രിമാരിൽ ആരൊക്കെയാണ് കോൺഗ്രസിന്റെ 12 മന്ത്രിമാർ, അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാർ. ഈ 12 മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനം അത് KPCC നടത്തേണ്ടതുണ്ട്. ആ ചർച്ചയാണ് ഇപ്പോൾ KPCC നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് വീണ്ടും കന്റോൺമെന്റിലേക്ക് വരും ചർച്ച. ആ കന്റോൺമെന്റ് പിന്നീട് വരുന്ന ചർച്ച എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ ഇവിടെ എത്തുന്നു. മുസ്ലിം ലീഗിന് ഇപ്പോൾ 5 മന്ത്രിമാർ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിൽ ഒരു മാറ്റവുമില്ല. അതിനപ്പുറം 5 മന്ത്രിമാർ പ്ലസ് ഒരു ക്യാബിനറ്റ് പദവിയാണ് MK മുനീറിന് ഉണ്ടാവുക. അതായത് ഒരു ചെയർമാൻ പദവി, കോർപ്പറേഷൻ്റെ ഒരു ചെയർമാൻ പദവി. ഈ രീതിയിലാണ് ഇപ്പോൾ 5+1 എന്ന രീതിയിൽ മുസ്ലിം ലീഗിനുണ്ട്. പക്ഷേ അതിലൊരു അവസാനമായൊരു ഉറപ്പ്, ആ ഉറപ്പാണ്, ധാരണയ്ക്കായാണ് ഇവിടെ കന്റോൺമെന്റ് ഹൗസിൽ അവർ എത്തുന്നു. പക്ഷേ അതിനു മുമ്പ്, ലീഗിനെ ചർച്ച നടക്കുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ ഉറപ്പിക്കേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ മന്ത്രിമാരുടെ എണ്ണവും ആരൊക്കെ എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തുള്ളിൽ തന്നെ ആ ചർച്ച പൂർത്തിയാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം തന്നെ സണ്ണി ജോസഫും കന്റോൺമെന്റ് ഹൗസിലെത്തും. അവിടെ വന്നതിന് ശേഷം ഈ ഉഭയകക്ഷി ചർച്ച വീണ്ടും ആരംഭിക്കുന്നു. അതിൽ ഉഭയകക്ഷി ചർച്ച മറ്റെല്ലാം പൂർത്തിയായി ലീഗിന്റെ ഒരു അവസാന ഘട്ടത്തിലുള്ള ഒരു ചർച്ച മാത്രമാണ് ബാക്കിയുള്ളത്. കോൺഗ്രസിലെ മന്ത്രിമാരിൽ, അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യ വകുപ്പ് കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ തീരുമാനമായിരിക്കുന്നത്. അതിൽ രണ്ടാമനെന്ന് പറയുന്നത്, മന്ത്രിസഭയിൽ രണ്ടാമനെന്ന് പറയുന്നത് ഉറപ്പായും അത് രമേശ് ചെന്നിത്തല തന്നെയാണ്.
രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പും ഒപ്പം വിജിലൻസുമായിരിക്കും അദ്ദേഹം കൈകാര്യം ചെയ്യുക. ആ രീതിയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. രാവിലെ വി ഡി സതീശൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ട് നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പനുസരിച്ച് അത് അങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമില്ല. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല മറ്റൊരു ഉപാധി വെക്കുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം 4 MLA-മാരുണ്ട്. ആ 4 MLA-മാരെ കൂടി മന്ത്രിസഭയിൽ പരിഗണിക്കണമെന്ന ഒരു ആവശ്യം, അദ്ദേഹം കർശനമായ ഒരു ആവശ്യമാണ്. അദ്ദേഹം അങ്ങനെ ഒരു പിടിവാശി തന്നെയാണ് രമേശ് ചെന്നിത്തല നിൽക്കുന്നത്. അതിലൊന്ന് IC ബാലകൃഷ്ണൻ, ഒപ്പം തന്നെ TJ വിനോദ്, ജ്യോതികുമാർ ചാമക്കാല, മറ്റൊന്ന് അൻവർ സാദത്ത്. ഈ 4 MLA-മാരും തൻ്റെ ഒപ്പമുള്ള ഇവരെ കൂടി മന്ത്രിസഭയിൽ പരിഗണിക്കണം എന്ന ഒരു രീതിയിൽ അതിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് അവസാനവട്ട ചർച്ചകൾ നടക്കുകയാണ്. ഈ അവസാനവട്ട ചർച്ചകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പേരുകളിൽ ഏതെങ്കിലും പേരുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും മുൻനിരയിലുള്ള പേരുകളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫ് മന്ത്രിയാകുമെന്ന് ഉറപ്പാകുന്നു. ഒപ്പം K മുരളീധരൻ മന്ത്രിയാകുമെന്ന് ഉറപ്പാകുന്നു. AP അനിൽകുമാർ മന്ത്രിയാകുമെന്ന് ഉറപ്പാകുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിസഭയിലുണ്ട്. PC വിഷ്ണുനാഥ് മന്ത്രിസഭയിലുണ്ട്. ബിന്ദു കൃഷ്ണ മന്ത്രിസഭയിലുണ്ട്. M ലിജു മന്ത്രിസഭയിലുണ്ട്. ചാണ്ടി ഉമ്മനും മന്ത്രിസഭയിലുണ്ട്. ഷാനിമോൾ ഉസ്മാന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ മന്ത്രിസഭയിൽ ഈ 11 പേരും നോക്കുമ്പോൾ, അതായത് മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയാൽ, മുഖ്യമന്ത്രിയെ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിയാൽ, ആഭ്യന്തരമന്ത്രിയെ മാറ്റി നിർത്തിയാൽ ബാക്കി 10 പേർ, ഈ 10 പേരിൽ കൂടുതലും KC പക്ഷക്കാർ തന്നെയാണ് പിടിമുറുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൂടുതൽ മന്ത്രിമാർ ഇതിൽ അവസാനം പ്രഖ്യാപനം വരുമ്പോൾ മാത്രമേ ഇതിനകത്ത് ഉറപ്പ് വ്യക്തവരുത്തുള്ളൂ. പക്ഷേ ഈ രീതിയിൽ തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഏറെക്കുറെ ഉറപ്പിച്ചു. ഇതിൽ 11 മന്ത്രിമാർ, അതായത് രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിയാൽ ബാക്കി അവശേഷിക്കുന്ന 11 മന്ത്രിമാർ, ആ 10 ആ 10 മന്ത്രിമാരിൽ ആദ്യം ഉറപ്പിച്ച അവസാനത്തെ ഒരു 2-3 പേരുകൾ മാത്രമാകും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. കാരണം രമേശ് ചെന്നിത്തല തൻ്റെ ഒപ്പമുള്ള 4 പേരെ ഉൾപ്പെടുത്തണം. ഈ 4 പേരെ ഉൾപ്പെടുത്തുമ്പോൾ അതിൽ എത്ര പേരെ ഉൾപ്പെടുത്തും ആ ചർച്ചയാണ് ഇപ്പോൾ KPCC ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവസാനത്തെ ഈ ഉറപ്പായും പറഞ്ഞു കേട്ട പേരുകൾ, ഏതെങ്കിലും പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിരിക്കും അവസാനത്തെ പട്ടിക അല്ലെങ്കിൽ ലിസ്റ്റ് പുറത്തു വരിക. ഇനി ഘടകകക്ഷിയുടെ കാര്യത്തിൽ മുസ്ലിം ലീഗ് നേരത്തെ അവർ ആവശ്യപ്പെട്ട 5 മന്ത്രിമാർ, അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരു പിന്നോട്ട് പോകുന്ന അവർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് 5 മന്ത്രിമാർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ 5 മന്ത്രിമാരെന്ന് പറയുമ്പോൾ അതിൽ PK ബഷീർ ഉണ്ടാകുമോ, KM ഷാജി ഉണ്ടാകുമോ എന്നതാണ് ചർച്ചകളാണ്. ലീഗിൻ്റെ നേതൃത്വം പാണക്കാട്, അതായത് ലീഗിൻ്റെ തങ്ങൾ ഉൾപ്പെടെ എല്ലാ ലീഗ് നേതൃത്വവും ഇവിടെ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ അവർ ഇവിടെ ഉണ്ട്. ഇനി അവർ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് തന്നെയാണ് ചർച്ച നടക്കുക. തിങ്കളാഴ്ചത്തെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മാത്രമേ ലീഗ് നേതാക്കൾ പാണക്കാട്ടേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ VD സതീശൻ അവിടെ പോയി കണ്ടതിന് ശേഷം, VD സതീശൻ മടങ്ങിയ ശേഷം ലീഗ് നേതാക്കൾ അവിടെ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ഇപ്പോൾ 5 മന്ത്രിമാർ, അവരുടെ 5 മന്ത്രിമാർ ആര് എന്നതിൽ തീരുമാനമായിരിക്കുന്നു. അതിൽ ഒന്ന് PK കുഞ്ഞാലിക്കുട്ടിയാണ്, രണ്ടാമത്തത് PK ബഷീറാണോ KM ഷാജിയാണോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് KM ഷാജി മന്ത്രിസഭയില്ല, PK ബഷീർ മന്ത്രിസഭയിലുണ്ടാകും. മറ്റൊന്ന് N ഷംസുദ്ദീൻ, ഒപ്പം തന്നെ അബ്ദുൽ ഗഫൂർ, മറ്റൊന്ന് പാറക്കൽ അബ്ദുൽ. അങ്ങനെയാണ് ഈ 5 മന്ത്രിമാരെ തീരുമാനിച്ചിരിക്കുന്നത്. ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പകരം ഒരു ചീഫ് വിപ്പ് സ്ഥാനം നൽകുന്നു. അപ്പോൾ PJ ജോസഫിന് ചിലപ്പോൾ കമ്മീഷൻ പദവി നൽകിയേക്കും. മറ്റ് ചെറിയ ഘടകകക്ഷി RSPക്ക് മന്ത്രി ഷിബു ബേബിജൻ മന്ത്രിയാകുന്നു. CP ജോണും. ഇവർ 2 പേരും മുഴുവൻ സമയ മന്ത്രിമാരാണ്. ഒറ്റ MLA-മാരുള്ള അനൂപ് ജേക്കബും ഒപ്പം തന്നെ മാനസി കാപ്പനും ടേം വ്യവസ്ഥയിൽ പങ്കിടും. അതാണ് ഇപ്പോൾ തീരുമാനമായിരിക്കും. അതിലൊരു ശരി, ആൽഫ്രഡ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. മന്ത്രിമാരെ സംബന്ധിച്ച് ഏകദേശ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവരെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള ധാരണയിലേക്ക് എത്തണം. ഒപ്പം 1-2 പേരുടെ കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രമേശ് ചെന്നിത്തല എന്താഗ്രഹിക്കുന്നു അതുണ്ടാകുമെന്നും എല്ലാവരെയും സന്തോഷിപ്പിച്ച് മാത്രമേ പാർട്ടി നേതൃത്വം മുന്നോട്ട് പോവുകയുള്ളൂ എന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അന്തിമ തീരുമാനം പാർട്ടി ഹൈക്കമാൻഡ് പറയുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. നിലവിലെ ചർച്ചകളിൽ തൃപ്തനാണോ എന്ന ചോദ്യത്തിന് ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. താനൊരു ഉറച്ച കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് പാർട്ടി പറയുന്നത് കേൾക്കും എന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ്, ഞങ്ങളെല്ലാം രസത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിൽ പങ്കുവച്ച ആളാണ് ഈ പദവികളിലേക്ക്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പാർട്ടിയിൽ വിലയുണ്ടാവും, സംശയം വേണ്ട. അതിനകത്തൊരു സംശയം വേണ്ട. ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്നിട്ടല്ലേ മുന്നോട്ട് പോകുള്ളൂ. അതിനകത്ത് എല്ലാവരെയും സന്തോഷമാക്കിയിട്ടേ പാർട്ടി ലീഡർഷിപ്പ് തീരുമാനം എടുക്കുള്ളൂ. എബിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. എബി, VD സതീശൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയാവുകയാണ് രമേശ് ചെന്നിത്തല. തുടർച്ചയായി 2 ദിവസം നടത്തിയ സമവായ നീക്കങ്ങളാണ് ഈ ഒരു മഞ്ഞുരുകലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. വിജിലൻസ് അടക്കമുള്ള വകുപ്പുകൾ കൂടി കൊടുത്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയുടെ ഭാഗമാക്കുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ സുധാകരൻ
എത്തുകയാണ്. രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്താൻ പല നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെന്നിത്തലയെ കണ്ടിരുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി സ്ഥാനം കൂടി ഉറപ്പിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ നേതാക്കൾ എത്തും. എബി, കേൾക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ 2 ദിവസം നീണ്ട സമവായ നീക്കങ്ങൾ, ചർച്ചകൾ, നേതാക്കളെത്തി അനുനയിപ്പിക്കലൊക്കെ കഴിഞ്ഞിപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. വിജിലൻസ് കൂടി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയാണ്. അഖില, കഴിഞ്ഞ കുറേ ദിവസം 2-3 ദിവസങ്ങളായി നിലനിൽക്കുന്ന അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ചർച്ചകൾ അതിൽ തന്നെ പരിഗണിക്കാത്തതിലുള്ള അമർഷം കൃത്യമായ രീതിയിൽ അദ്ദേഹം രമേശ് ചെന്നിത്തല അത് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് നടന്നിട്ടുള്ള ചർച്ചകളിൽ ഒരു തരത്തിലുള്ള സമവായത്തിനും താൻ തയ്യാറല്ല എന്ന അസന്നിഗ്ധമായിട്ടുള്ള തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. ഇതിനെ തുടർന്നാണ് അദ്ദേഹം പറഞ്ഞ രീതിക്ക് തന്നെ കാര്യങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. വി ഡി സതീശനും കെ.സി. വേണുഗോപാലും നേരിട്ടെത്തി അദ്ദേഹത്തെ കാണുന്നു, സംസാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കെ.സി. വേണുഗോപാൽ തന്നെ പറയുന്നു, RC വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും എന്ന് കെ.സി. വേണുഗോപാൽ പറയുന്ന ഒരിടത്തേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന നിലയുണ്ടായി. കാരണം രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ സതീശൻ ഉൾപ്പെടെ വന്ന് കണ്ടിരുന്നു. സതീശൻ വന്ന് കാണുന്ന സമയത്ത് പറഞ്ഞത് ഒരു തരത്തിലുള്ള മറ്റ് നിർബന്ധങ്ങളുമില്ല, രമേശ് ചെന്നിത്തല ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാവണം, അത് ആഭ്യന്തരം വകുപ്പോ അല്ലെങ്കിൽ വകുപ്പ് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിടിവാശിക്ക് താൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി സതീശൻ വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് അദ്ദേഹം പറഞ്ഞ ആഭ്യന്തര വകുപ്പ് എന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വിജിലൻസ് ഉൾപ്പെടെയുള്ള വകുപ്പും അദ്ദേഹത്തിന് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. കെ.സി. പറഞ്ഞതുപോലെ കൊട്ടി ചെയ്ത് കഴിഞ്ഞാൽ RC വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം അദ്ദേഹം പങ്കുവച്ചിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ കാര്യം അത് അല്പസമയത്തിനകം തന്നെ അവർ മന്ത്രിസഭയിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും രാവിലെ മുതൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഓരോരുത്തരും രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ്. അവിടെ ഈ നിലയിൽ അദ്ദേഹത്തെ കാണുന്നു, ചർച്ചകൾ നടത്തുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിരവധിയായിട്ടുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. അവരുടെ ചർച്ചകളൊക്കെ തന്നെയും അകത്ത് നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയെ കാണാൻ അല്പസമയം ഇപ്പൊ ഏറ്റവും അവസാനമായി എത്തിയത് കെ സുധാകരനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ അകത്തേക്ക് പോയത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്നുള്ളൊരു ആവശ്യം ആദ്യം പങ്കുവച്ചതും അദ്ദേഹം തന്നെയായി. അതിനുശേഷമാണ് മറ്റ് ചർച്ചകൾ പോവുകയും തുടർന്ന് അതിനുശേഷം പേരുകളിൽ വലിയ രീതിയിൽ ചർച്ചകളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച അന്തിമ രൂപം ഇന്നോടുകൂടി ആയി. രാത്രി തന്നെ ഈ പട്ടിക പൂർത്തിയാക്കി നാളെ ഗവർണർക്ക് നൽകാനുള്ള ഒരു തീരുമാനമുണ്ടല്ലോ. അപ്പം ഈ സത്യപ്രതിജ്ഞയുടെ ചടങ്ങുകളൊക്കെ, അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ആ നിലയ്ക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. അതിനുശേഷം നാളെ ഉച്ചയോടുകൂടി ഗവർണർക്ക് അതിന്റെ ലിസ്റ്റ് കൈമാറും. മറ്റന്നാൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. മുഖ്യമന്ത്രിക്കൊപ്പം മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഈ ചടങ്ങ് തയ്യാറാക്കിയിരിക്കുന്നത്. 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കർണാടക, തെലങ്കാന, തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അവസാനമായി ലഭിക്കുന്നവർ. അവർക്ക് ഉള്ള ക്ഷണക്കത്തുകളൊക്കെ തന്നെ പോയിട്ടുണ്ട്. അവർ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറിക്ക് അവർ റിപ്പോർട്ട് സമർപ്പിക്കും. അതനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. എന്തായാലും വിപുലമായിട്ടുള്ളൊരു പരിപാടി തന്നെയാകും ഈ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നുള്ളതാണ്. ആ നിലയ്ക്ക് ഉള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വിപുലമായ രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിൽ ഈ പരിപാടി ക്രമീകരിക്കുക, നടപ്പിലാക്കുക എന്ന് തന്നെയാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെയും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വൈകിട്ടത്തോടുകൂടി മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമാക്കുന്നു. നാളെ ഉച്ചയോടുകൂടി ഗവർണർ ലിസ്റ്റ് കൈമാറുന്നു. അത് തന്നെയാണ് നടപടികളായി വരാനിരിക്കുന്നത്. എബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കെ സുധാകരൻ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ആഭ്യന്തര മന്ത്രിസ്ഥാനം രമേശ് ചെന്നിത്തല ഉറപ്പിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ നേതാക്കൾ വീണ്ടും എത്താനുള്ള ഒരു സാധ്യതയാണുള്ളത്. കെ സുധാകരൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെന്നിത്തലയോട് സംസാരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. സ്വാഭാവികമായും ചില അനുനയ നീക്കങ്ങളുടെയൊക്കെ ഭാഗമായുള്ള സന്ദർശനം തന്നെയായിരിക്കും ഇത്.
AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ വീട്ടിലെത്തി കണ്ടിരുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷമായിരുന്നു KCയെ കാണാൻ VD സതീശൻ എത്തിയത്. പാർട്ടി എന്ന വികാരമാണ് തങ്ങളെ നയിക്കുന്നത് എന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം KC വേണുഗോപാലിന്റെ പ്രതികരണം. ഒരു തർക്കവും തങ്ങൾ തമ്മിൽ ഇല്ല എന്നും ജനാധിപത്യ രീതിയാണ് കോൺഗ്രസ് പിന്തുടരുന്നതെന്നും നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും പറഞ്ഞു. 21 മന്ത്രിമാർ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും VD സതീശൻ വ്യക്തമാക്കി. ഏതാണ്ട് ശത്രുക്കളെ പോലെയുള്ള ആളുകളായിട്ടാണ് ഞങ്ങളൊക്കെ പെരുമാറിയത്. KC വേണുഗോപാൽ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ ഉയർന്ന സ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ സംഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് ഒരേ കോളേജിൽ പഠിച്ച് ഒരേ സൗഹൃദം പങ്കിട്ട് ഞങ്ങൾ AK ആന്റണി മന്ത്രിസഭ ഉള്ള കാലത്ത് ഞങ്ങളെ കാണുമ്പോൾ തന്നെ AK ആന്റണി പറയും വലിയ കൂട്ടുകാർ വരുന്നെന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ച് ലോകം മുഴുവൻ യാത്ര. ചാണ്ടി ഉമ്മനും രമേശ് ചെന്നിത്തലയെ കാണാനെത്തിയിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ കണ്ടതിന് ശേഷം ചാണ്ടി ഉമ്മൻ പ്രതികരിക്കുകയാണ് അതിലേക്ക്. അത് ഹൈക്കമാൻഡ് ലിസ്റ്റ് വരുമ്പോൾ മാത്രമേ ആരുണ്ട് ആരില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതേ എന്തായാലും ഉണ്ട്. ഏതാ എനിക്ക് ഏതൊക്കെ സ്ഥാനം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാനത് ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ജനങ്ങളാണ് വലുത്. ജനങ്ങളോടൊപ്പം നിൽക്കാൻ പ്രവർത്തിക്കാൻ മന്ത്രിസ്ഥാനം ആവശ്യമല്ല. എന്നെ പരിഗണിക്കണമെന്നില്ല. ചാണ്ടി മന്ത്രിയാകുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ചാണ്ടി ഉമ്മന്റെ മറുപടിയായിരുന്നു അത്. ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിലേക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് വരേണ്ടതെന്ന് ചാണ്ടി ഉമ്മൻ പറയുകയാണ്. പക്ഷേ ജനങ്ങളെ സേവിക്കാൻ തനിക്കൊരു മന്ത്രിസ്ഥാനം ആവശ്യമില്ല എന്നുകൂടി ചാണ്ടി ഉമ്മൻ പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. ഇനി തെരഞ്ഞെടുപ്പിലെ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തോൽപ്പിച്ചത് ഭരണവിരുദ്ധ വികാരമല്ല, ജനങ്ങളുടെ ശൈലിയാണ് എന്നാണ് അംഗങ്ങൾ പറഞ്ഞത്. വീട്ടിൽ പോയി ചോദിക്ക് ഡാഷ് മോനെ പ്രയോഗങ്ങൾ കൊണ്ട് എന്ത് നേടിയെന്നും വിമർശനം ഉയർന്നു. പാർട്ടി തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തിക്കുമെന്നാണ് മുന്നറിയിപ്പ്. CPMന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ എക്കാലത്തെയും വലിയ തിരിച്ചടിയാണ് പാർട്ടി നേരിട്ടത്. ഭരണമികവ് പുലർത്തിയിട്ടും ജനം തിരിഞ്ഞു. നേതാക്കളുടെ ശൈലിയാണ് ഇതിന് പ്രധാന കാരണം. പൊതുപ്രസ്താവനകളിലും മാധ്യമ പ്രതികരണങ്ങളിലും ജാഗ്രത പുലർത്തണമായിരുന്നുവെന്നും വിമർശനമുയർന്നു. സ്വഭാവശൈലിയുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കടുത്ത വിമർശനമാണ് നേരിട്ടത്. വീട്ടിൽ പോയി ചോദിക്ക് ഡാഷ് മോനെ തുടങ്ങിയ പ്രയോഗങ്ങൾ കൊണ്ട് എന്ത് നേടിയെന്നും നേതാക്കൾ ചോദിച്ചു. CPM മണ്ഡലങ്ങളിൽ 30,000-ത്തിലധികം പാർട്ടി വോട്ടുകൾ നഷ്ടമായെന്നാണ് കണ്ടെത്തൽ. അടിയൊഴുക്ക് കണ്ടെത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. പാർട്ടി തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തിക്കും. അതാണ് ആന്തൂർ, മലപ്പട്ടം, മയ്യിൽ പോലുള്ള മേഖലകളിൽ കണ്ടതെന്നും നേതാക്കൾ വിമർശനമായി ഉയർത്തി. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥിത്വം പാർട്ടി അണികൾക്കിടയിൽ പോലും അസ്വസ്ഥത ഉളവാക്കി. ഇവിടങ്ങളിലെ എതിർ സ്ഥാനാർത്ഥികളെ ചെറുതായി കണ്ടത് വിനയായെന്നും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. മട്ടന്നൂരിലെയും അഴീക്കോട്ടെയും വോട്ട് ചോർച്ച പ്രത്യേകം പരിശോധിക്കണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഒന്നും മറച്ചുവെക്കേണ്ടതില്ല, പറയേണ്ടത് മുഴുവൻ പറഞ്ഞോളൂ എന്ന ആമുഖത്തോടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. പാർട്ടി കോട്ടകളെ പോലും അമ്പരപ്പിച്ച UDF വിജയത്തിന് അനുഭാവികളുടെയും വർഗ ബഹുജന സംഘടനകളുടെയും പ്രവർത്തകരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അമൃത ന്യൂസ്, കണ്ണൂർ. പാലക്കാട് ജില്ലയിൽ CPMൽ വിഭാഗീയത രൂക്ഷമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞത്. തൃത്താല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ പരാജയത്തിന് കാരണം പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. വിഭാഗീയ പ്രവർത്തനങ്ങൾ പരിഹരിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് CPM. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട നിലയാണ് CPMന് ജില്ലയിലുള്ളത്. എങ്കിലും ജില്ലയിൽ 2 മണ്ഡലങ്ങൾ മാത്രം കയ്യിലുണ്ടായിരുന്ന UDF ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ 5 മണ്ഡലം എന്ന നിലയിലേക്ക് ഉയർന്നു. തൃത്താല മണ്ഡലത്തിൽ മന്ത്രി MB രാജേഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും പരാജയപ്പെട്ടു. CPM തൃത്താല ഏരിയ കമ്മിറ്റിയിലെ ഐക്യമില്ലായ്മ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. CPM തൃത്താല ഏരിയ സമ്മേളനത്തിലും വിഭാഗീയത പരസ്യമായി പുറത്തു വന്നിരുന്നു. നെന്മാറയിൽ ഭൂരിപക്ഷം കുറയാൻ കാരണവും CPMലെ പ്രശ്നം തന്നെയാണെന്ന് യോഗം വിലയിരുത്തി. മണ്ഡലം നിലവിൽ വന്നതിനു ശേഷം CPMനെ കൈവിടാത്ത കോങ്ങാട് ഇത്തവണ അട്ടിമറി വിജയമാണ് UDF നേടിയത്. PK ശശി പ്രഭാവം മണ്ഡലത്തിലെ പരാജയത്തിന് കാരണമായി എന്നും നിഗമനമുണ്ട്. അതേസമയം പാലക്കാട് LDF സ്ഥാനാർത്ഥിയായി CPM രംഗത്തെത്തിച്ച NMR റസാഖ് മികച്ച സ്ഥാനാർത്ഥിയാണെന്നും 2ാം സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും യോഗം വിലയിരുത്തി. CPM PB അംഗം A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ K രാധാകൃഷ്ണൻ, K സലീഖ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, പാലക്കാട്.
നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ച് ആശാ വർക്കേഴ്സ് സമരസമിതി നേതാക്കൾ തങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി അറിയിച്ചതായി അവർ വ്യക്തമാക്കി. ആദ്യ ക്യാബിനറ്റിൽ തന്നെ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ആശാ സമരസമിതി നേതാക്കൾ പ്രതികരിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ലക്ഷദ്വീപിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴ പെയ്യും. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 18-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യതയുണ്ട്. കോഴിക്കോട് കാവിലുംപാറയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. പുലർച്ചെ 2 മണിയോടെ ആഞ്ഞുവീശിയ കാറ്റിൽ മരം വീണ് 7 വീടുകൾ പൂർണ്ണമായും 10 വീടുകൾ ഭാഗികമായും തകർന്നു. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. കാഞ്ഞങ്ങാട് നഗരസഭയിൽ റോഡ് നിർമ്മാണത്തെ തുടർന്ന് 100 കണക്കിന് കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള വിതരണം നിലച്ചിട്ട് 1.5 മാസം പിന്നിടുന്നു. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. നഗരസഭാ കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കാഞ്ഞങ്ങാട് ബെല്ലത്ത് വയലിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത കുടിവെള്ള പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കാത്തതാണ് 100 കണക്കിന് കുടുംബങ്ങളെ കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിലാക്കിയത്. ജല അതോറിറ്റി സ്ഥാപിച്ച പൈപ്പുകളിൽ വെള്ളം മുടങ്ങിയതോടെ കാഞ്ഞങ്ങാട് നഗരസഭ ലോറിയിലൂടെ വിതരണം ചെയ്യുന്ന വെള്ളത്തിനായി കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് കുടുംബങ്ങൾ. റോഡ് നിർമ്മാണം കാരണം കുടിവെള്ള വിതരണം നിലച്ചിട്ട് 1.5 മാസമായെന്ന് നാട്ടുകാർ പറഞ്ഞു. കുടിവെള്ളം ഇലക്ഷന് മുമ്പ് പോയതാണ്. ഇലക്ഷന് മുമ്പ് പോയിട്ട് പിന്നെ ഇലക്ഷൻ സമയത്ത് ഒരാഴ്ച കുടിവെള്ളം ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവർ വീണ്ടും പൊടിക്കുകയും ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് ഇവിടെ വെള്ളമില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ലോറിയും വെള്ളം വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയതാണ്. വെള്ളമില്ല, കിണറ്റിൽ തീരെ വെള്ളമില്ല. ഒരു കിണറുണ്ട്, മറ്റേ കച്ചറായിട്ടുണ്ട്. അത് ഞങ്ങൾ ഇത് നാക്കണ്ട് ഞങ്ങൾക്കൊന്നും അറിയുന്നില്ല. ലോറി വെള്ളം കാത്തു നിൽക്കുന്നില്ല. ഞങ്ങൾ 1.5 മാസമായി. നഗരസഭയുടെ ജലവിതരണം കാത്ത് വീട്ടുമുറ്റങ്ങളിൽ പാത്രങ്ങളും ബക്കറ്റുകളും നിരത്തി വച്ചിരിക്കുകയാണ്. അതേസമയം കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ കൗൺസിലർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇപ്പോൾ ദിവസങ്ങളല്ല, മാസങ്ങളായി വാട്ടർ അതോറിറ്റി വെള്ളം കൃത്യമായി തരാനുള്ള ഒരു അവസരം ഇപ്പോഴും ശരിയായിട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇതിന് പരിഹാരം കാണാൻ വാട്ടർ അതോറിറ്റി അധികാരികൾ തയ്യാറാകണം. റോഡിൻ്റെ പണി പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പും തയ്യാറാകണം എന്നതാണ് നഗരസഭ ഐക്യകണ്ഠേന ഈ 2 ഡിപ്പാർട്ട്മെന്റിനോടും ആവശ്യപ്പെടുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ കാരാട്ടുവയൽ, ചെമ്മട്ടം വയൽ, ബെല്ല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കുടിവെള്ള വിതരണം നിലച്ചത്. സമരത്തെ തുടർന്ന് കുടിവെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ജല അതോറിറ്റി. അമൃത ന്യൂസ്, കാസർഗോഡ്. പെട്രോൾ, ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി ഫുഡ്, ഗ്രോസറി ഡെലിവറി ജീവനക്കാരുടെ സൂചനാ പണിമുടക്ക്. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 5 മണി വരെ 5 മണിക്കൂർ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചായിരുന്നു പ്രതിഷേധം. ഇന്ധനവിലയ്ക്ക് അനുസൃതമായി ഡെലിവറി ജീവനക്കാർക്ക് നൽകുന്ന അടിസ്ഥാന നിരക്കുകളും കിലോമീറ്റർ അലവൻസും കമ്പനികൾ ഉടൻ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം. വില കുതിച്ചുയരുന്നതിനിടെ ഓൺലൈൻ ഫുഡ് ഡെലിവറി മേഖലയെ സാരമായി ബാധിക്കുന്ന പ്രതിഷേധത്തിലേക്കാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഒന്നടങ്കമുള്ളത്. സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലെ ജീവനക്കാരാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത്. ഇന്ധനവില ഉയർന്നിട്ടും വേതന നിരക്കിലോ ഓർഡർ കമ്മീഷനിലോ വർധനവില്ലെന്നതാണ് തൊഴിലാളികളുടെ പ്രധാന പരാതി. ഭക്ഷണ സാധനങ്ങൾ കൃത്യസമയത്ത് ഉപഭോക്താക്കളുടെ പക്കൽ എത്തിക്കാനായി ബൈക്കുകളിൽ ദിവസവും കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന ഫുഡ് ഡെലിവറി ജീവനക്കാർക്ക് തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ വലിയൊരു പങ്ക് പെട്രോൾ അടിക്കാൻ മാത്രമായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഇതോടെ മറ്റു ചിലവുകൾക്കോ കുടുംബം പുലർത്താനോ പണം തികയുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. സാധനമായിട്ട് കൂടുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ എന്നാലും തരണം ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് ഓടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ വീട്ടിലും ഈ ഒരു കിട്ടുന്ന പൈസ കൊണ്ടാണ് നമുക്ക് വീട്ടിൽ ചിലവും കാര്യങ്ങളും എല്ലാം നടക്കാൻ. അതുകൊണ്ട് പിന്നെ ഒരു രക്ഷയില്ല. ഇത് പെട്രോളിൻ്റെ വില അനുസരിച്ച് കൂട്ടി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമാണ്. ഞങ്ങളെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. കാരണം ഇവിടെ ഞാനത് 10 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു 500 രൂപ അടുപ്പിച്ച് കിട്ടും. പക്ഷേ അതിലും കൂടുതൽ ഇപ്പം ദിവസേന 400 രൂപയുടെ പെട്രോൾ അടിച്ച് ഞാൻ വരുന്നത്. ആ 400 രൂപ പെട്രോൾ ഇവിടെ തന്നെ ഒരു 10 ഓർഡർ, അറ്റ്ലീസ്റ്റ് 10 ഓർഡർ. ഇപ്പോൾ ബൈപ്പാസ് ഓഫ് ചെയ്ത് കാരണം കുടിച്ചിറ വഴി കറങ്ങിയൊക്കെ പോകുന്നത്. ആ കറങ്ങി പോകുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ടിക്കറ്റ് ചാർജ് ചെയ്യും. അത് ചിലപ്പം GPS കറക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ പൈസ തരാതിരിക്കും. പിന്നെ ചിലപ്പോഴാണ് 12, 8, 9 ഒക്കെ വെച്ച് തരും. അതേ ഉള്ളൂ, അല്ലാതെ വേറെ നമുക്ക് ഇതിനകത്തോട് ഇതുമില്ല. നിലവിലെ സാഹചര്യത്തിൽ അടിസ്ഥാന നിരക്കും കിലോമീറ്റർ അലവൻസും വർദ്ധിപ്പിക്കണമെന്നും പ്രത്യേക ഫ്യൂവൽ സബ്സിഡി അനുവദിക്കണമെന്നുമാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം.
താൽക്കാലിക പണിമുടക്ക് കമ്പനികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണെന്നും വരും ദിവസങ്ങളിൽ അധികൃതർ അനുകൂലമായ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സർവീസുകൾ പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായ അനിശ്ചിതകാല സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും ഡെലിവറി ജീവനക്കാരുടെ സംഘടനകൾ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊല്ലം. ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനത്തിന്റെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും രാജ്യത്തിന്റെ ആഗ്രഹങ്ങൾ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡ്സിലെ ദ ഹേഗിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു മോദി ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യയെ ഒരു അവസരങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി വലിയ സ്വപ്നങ്ങളുള്ള യുവതലമുറയാണ് രാജ്യത്തിന്റെ കരുത്തെന്നും എല്ലാ മേഖലകളിലും രാജ്യം കൂടുതൽ ഉയർന്ന ലക്ഷ്യങ്ങളാണ് വെച്ചു പുലർത്തുന്നതെന്നും വ്യക്തമാക്കി. ആഗോളതലത്തിൽ അടുത്തിടെ ഇന്ത്യ വിജയകരമായി സംഘടിപ്പിച്ച G20 ഉച്ചകോടിയും ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയും ഇന്നത്തെ ഇന്ത്യയുടെ മാറുന്ന സ്വഭാവത്തിന്റെ തെളിവാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഡച്ച് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകളെ പ്രശംസിച്ച പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിൽ പ്രവാസികൾ വഹിക്കുന്ന പങ്കിന് നന്ദി അറിയിക്കുകയും ചെയ്തു. दुनिया का कोई भी देश हो, अगर उसे आगे बढ़ना है तो उसे बड़े सपने देखने ही होंगे. आज हमारा भारत भी बहुत बड़े सपने देख रहा है. आज देश कह रहा है हमें सिर्फ ट्रांसफॉर्मेशन नहीं चाहिए, हमें बेस्ट चाहिए. क्या चाहिए? और हमें सिर्फ बेस्ट ही नहीं, हमें फास्टेस्ट चाहिए. और इसलिए जब भारत में एस्पिरेशंस अनलिमिटेड है तो एफर्ट्स भी लिमिटलेस हो रहे हैं. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനത്തിന് പിന്നാലെ ഇറാനെതിരെ അമേരിക്ക ശക്തമായ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നതായി സൂചന. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി 2.0 നടപ്പാക്കാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. ചൈനയിൽ നിന്ന് തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് നിർണായക തീരുമാനം. ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനും ഹോർമൂസ് കടലിടുക്കിൽ തടയുന്നതിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയും ചൈനയും ധാരണയിലെത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. നയതന്ത്ര സ്തംഭനാവസ്ഥ സൈനിക ശക്തിയിലൂടെ മറികടക്കാനാണ് ട്രംപിന്റെ തീരുമാനമെന്നും അതിന്റെ ഭാഗമായി വ്യോമാക്രമണം പുനരാരംഭിക്കാൻ പദ്ധതിയിടുന്നതായും ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ചൈന സന്ദർശനം കഴിഞ്ഞു മടങ്ങിയെത്തിയ തൊട്ടടുത്ത ദിവസമാണ് ട്രംപ് പുതിയ നീക്കങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത്. കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായിൽ ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ RTOയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. വിള്ളലുണ്ടായ സ്ഥലത്ത് അടിയന്തരമായി ഡ്രെയിനേജ് സംവിധാനം ഒരുക്കണമെന്ന് അന്വേഷണ സംഘം നിർദ്ദേശിച്ചു. ദേശീയപാതയിൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത ചെറുവത്തൂർ മട്ലായിൽ വേനൽ മഴ പെയ്തതോടെ റോഡിൽ 50 മീറ്റർ നീളത്തിലാണ് ദിവസങ്ങൾക്ക് മുൻപ് വിള്ളലുണ്ടായത്. അപകടത്തിനിടയാക്കും വിധത്തിലായിരുന്നു ദേശീയപാതയിലെ തകർച്ച. ഇതോടെ പ്രദേശത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. തുടർന്ന് ജില്ലാ കലക്ടറുടെ മേൽനോട്ടത്തിൽ RDO ഉൾപ്പെട്ട വിദഗ്ധ സംഘം സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാതയിൽ കരാർ കമ്പനി നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. നീരൊഴുക്ക് ശക്തമായാൽ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് ദേശീയപാതയിലെ മട്ലായിൽ സംവിധാനങ്ങളില്ലെന്നും അടിയന്തരമായി ഡ്രെയിനേജ് ഒരുക്കണമെന്നും ജില്ലാ കലക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പാതയിലും സുരക്ഷാ ഭിത്തിയിലും വിള്ളലുണ്ട്. ഇത് പരിഹരിക്കാൻ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പ്രവൃത്തികൾ നടത്തണമെന്നും അന്വേഷണ സമിതി നിർദ്ദേശിക്കുന്നു. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ ദേശീയപാത അതോറിറ്റി സാങ്കേതിക വിദഗ്ധർ കാലവർഷത്തിന് മുൻപ് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് RDO മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദേശീയപാതയിലെ നിർമ്മാണ വീഴ്ചകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. ദിവസങ്ങൾക്ക് മുൻപ് റോഡ് തകർന്ന സ്ഥലത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും അതേ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം മഴ പെയ്തതോടെ 20 മീറ്റർ നീളത്തിൽ വീണ്ടും ദേശീയപാത തകരുകയുണ്ടായി. അമൃത ന്യൂസ്, കാസർഗോഡ്. NSS ബാലസമാജ വിദ്യാർത്ഥികളെ തടഞ്ഞ് കോളേജ് യൂണിയൻ ഭാരവാഹികൾ. കോട്ടയം KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സംഭവം. SFIയുടെ നേതൃത്വത്തിലുള്ള യൂണിയനാണ് തടഞ്ഞത്. സമുദായ സംഘടനയുടെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശിക്കാനാകില്ലെന്ന് കോളേജ് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു.
എന്നാൽ കൃത്യമായ അനുമതി വാങ്ങിയാണ് എത്തിയതെന്ന് പ്രാദേശിക NSS നേതൃത്വം അറിയിച്ചു. പുറത്തു നിന്നുള്ളവർക്ക് പങ്കെടുക്കാവുന്ന പരിപാടിയുടെ ഭാഗമായാണ് ബാലസമാജ വിദ്യാർത്ഥികൾ ക്യാമ്പസിലെത്തിയത്. SFIയുടെ നടപടി പ്രാകൃതവും കാടത്തവുമാണെന്ന് ചാണ്ടി ഉമ്മൻ MLA പ്രതികരിച്ചു. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി തൃശൂർ അയ്യന്തോളിലെ ബ്രഹ്മസ്ഥാനം സന്ദർശിച്ചു. മഹാമണ്ഡലേശ്വർ ആയതിനു ശേഷം ആദ്യമായാണ് സ്വാമി തൃശൂരിലെ മാതാമൃതാനന്ദമയി മഠം സന്ദർശിക്കുന്നത്. ബ്രഹ്മചാരിണി ധീരാമൃത ചൈതന്യ, ബ്രഹ്മചാരിണി സാമഗീതാമൃത ചൈതന്യ, ബ്രഹ്മചാരി ശ്രീജേഷ്, ബ്രഹ്മചാരി കൃഷ്ണപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്വാമിയെ സ്വീകരിച്ചു. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്വാമിജി ചോദിച്ചു മനസ്സിലാക്കി. ജൂൺ 3, 4 തീയതികളിലാണ് അമ്മ തൃശൂരിലെത്തുന്നത്. കേരള കുംഭമേളയ്ക്ക് അമ്മ നൽകിയ അനുഗ്രഹവും മാതാമൃതാനന്ദമയി മഠം നൽകിയ സഹായങ്ങളും സ്വാമിജി അനുസ്മരിച്ചു. തലശ്ശേരി അമൃത വിദ്യാലയത്തിൽ അധ്യാപകർക്കായി ഏകദിന കൾച്ചറൽ എഡ്യൂക്കേഷൻ ക്യാമ്പ് സദ്ഗമയ സംഘടിപ്പിച്ചു. സ്കൂൾ യോഗ ട്രെയിനർ ഷീലാലാൽ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. ബ്രഹ്മചാരിണി സുമേധാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ ധ്യാനം, അർച്ചന, ആരതി, ഭജന എന്നിവയും ലൈഫ് സ്കിൽ എന്ന വിഷയത്തിൽ ക്ലാസും നയിച്ചു. സ്നേഹം, കരുണ, വിനയം, നിസ്വാർത്ഥ സേവനം എന്നിവയിൽ വേരൂന്നിയ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ കാഴ്ചപ്പാടിനെക്കുറിച്ച് അമൃത വിശ്വവിദ്യാപീഠത്തിലെ സുമേഷ് KP ക്ലാസ് എടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ, ബ്രഹ്മചാരിണി സമാരാധ്യാമൃത ചൈതന്യ, അക്കാദമിക് അഡ്വൈസർ ബിജി സന്തോഷ് എന്നിവർ സന്നിഹിതരായി. സ്പോർട്സിൻ്റെ BSc ഫിസിക്കലൈസേഷനും BPED ആയിരുന്നു ഞാൻ പഠിച്ചു തീർത്തത്. അത് കഴിഞ്ഞ വഴി തന്നെ നമ്മളുടെ സ്കൂളിൽ നിന്ന് 5ാം ക്ലാസ് എത്തിയിട്ടുള്ളൂ. ആദ്യത്തെ സ്കൂളായിട്ടുള്ള കൊടുങ്ങല്ലൂർ സ്കൂൾ. അന്നത്തെ ആദ്യത്തെ ബാച്ച് കുട്ടികളും ഞാനും തമ്മിൽ 7 വയസ്സിൻ്റെ 8 വയസ്സിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അന്ന് നമ്മൾ ആശ്രമിച്ച് വരുന്ന സമയം നമ്മുടെ എഗ്രിമെന്റ് അതാണ്. മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ വരും. ശരി, ഇപ്പൊ ഒരു എളുപ്പത്തിന് ഞാൻ വേണ്ടി വരാം. ഒരു താറാവ് എങ്ങനെയാണ് വെള്ളത്തിൽ കൂടെ പോകുന്നത് സൗണ്ട് ഉണ്ടാക്കിയിട്ട്? അങ്ങനെ പറയാം. വൺ ടു ടോക്സ് സ്റ്റാർ ആൻഡ് സക്സസ് അവാർഡ് 2025 പ്രഖ്യാപിച്ചു. മോഹൻലാൽ മികച്ച നടനും കല്യാണി പ്രിയദർശൻ മികച്ച നടിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ചിത്രം, സംവിധായകൻ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ തുടരും നേടി. ജനകീയ വോട്ടെടുപ്പിലൂടെയാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. അന്തരിച്ച കലാകാരന്മാരുടെ പേരിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഈ മാസം 24-ന് എറണാകുളം കടവന്ത്രയിലുള്ള രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ മെഗാ ഷോയിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക. നിയുക്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം K. സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കാനൊരുങ്ങുകയാണ്. അതിലേക്ക് എല്ലാം ശുഭമായി അവസാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്കകത്ത് ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഇത്രയും മാനമായി ഇത്രയും സമാധാനപരമായി തീർത്ത ആ നല്ല സംഭവമാണിത്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പുതിയ മുഖച്ഛായ വന്നു. പരിഹരിക്കപ്പെട്ടത് ന്യായമായ എല്ലാ ആളുകളെയും പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി. പരിഹരിക്കപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ എന്തോ ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കാലക്രമേണ തീർത്തു കൊടുക്കും. ശരി, ഓക്കെ. K. സുധാകരനെ കാണുന്ന എപ്പോഴും സന്തോഷമുള്ള K. സുധാകരനുമായിട്ടുള്ള ഏത് ചർച്ചയും സംഭാഷണവും സംതൃപ്തികരം തന്നെയാണ്. ഞാനും അദ്ദേഹവും വളരെ വർഷങ്ങളുടെ ബന്ധമാണല്ലോ. ഞാൻ KPC പ്രസിഡന്റായി 10 വർഷം ഇരുന്നപ്പോൾ എന്നോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത്ര മനസ്സിന് വലിയ വലിപ്പമുള്ള ആളാണ് K. സുധാകരൻ. കോൺഗ്രസിലെ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് എപ്പോഴും. അത് പ്രവർത്തകർക്ക് ഒരു ആവേശമാണ്. തീർച്ചയായും സുധാകരൻ ഇവിടെ വന്നതിൽ വലിയ സന്തോഷം രേഖപ്പെടുന്നു. ആ മനസ്സും ആ വികാരവും ഇന്നും എന്നും അദ്ദേഹത്തോടൊപ്പം കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങളെ അറിയിക്കുന്നു.
പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചു. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കേസിൽ വനം വകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. മാലയിൽ പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ചതിനായിരുന്നു റാപ്പർ വേടനെതിരെ കേസ്. വേടന്റെ പക്കലിൽ നിന്നും പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചു. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കേസിൽ വനം വകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് വേടനെതിരെ ചുമത്തുക. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് കഞ്ചാവ് കേസിന്റെ പരിശോധനയ്ക്കിടെ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും പുലിപ്പല്ല് കണ്ടെത്തിയത്. വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത വേടന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പുലിപ്പല്ല് കൈമാറിയെന്ന് സംശയിക്കുന്ന രഞ്ജിത്ത് കുമ്പടിക്കായി അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. അമൃത ന്യൂസ്, കൊച്ചി. IPL ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള പോരാട്ടമാണ്. രാത്രി 7:30 മുതൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. കളിച്ച 11 മത്സരങ്ങളിൽ 4 വിജയങ്ങൾ മാത്രം നേടിയ കൊൽക്കത്ത നിലവിൽ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. ഇന്നത്തെ മത്സരം കൊൽക്കത്തയ്ക്ക് നിർണായകമാണ്. പ്ലേ ഓഫിലേക്ക് കടന്ന ഗുജറാത്ത് 16 പോയിന്റുമായി പട്ടികയിൽ 2ാം സ്ഥാനത്താണ്.